ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 ബുക്കിംഗ് തീ പോലെ ആളിപ്പടരുന്നു. ഇപ്പോൾ ഇതാ വേൾഡ് വൈഡ് മാർക്കറ്റിൽ രണ്ടാം ദിനം കടക്കുമ്പോൾ 7 കോടിയിലേക്ക് ടച്ച് ചെയ്യുകയാണ്. അതെ, ദൃശ്യം 3 റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് തൂക്കുകയാണ്. ഇനിയും സിനിമയ്ക്ക് ഇറങ്ങാൻ 9 ദിനം കൂടി ബാക്കി നിൽക്കുകയാണ്. അതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി 2.5 കോടിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു നമ്പർ അല്ലെങ്കിൽ 7 കോടി എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം ഇത് മോഹൻലാലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതേപോലെ തന്നെ ഈ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഷോസാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഷോസ് ഓപ്പൺ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ 7 എന്നുള്ളത് 17 20 ഒക്കെ മുകളിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാലും ആദ്യ ദിനത്തിൽ ഈ ഒരു ട്രെൻഡിങ് വെച്ചിട്ട് തന്നെ 50 കോടിക്ക് മുകളിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ദൃശ്യം 3. അതിനിപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവ് കത്തിയോന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ 50 കോടി നേടുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. ആദ്യ ഇതിനകത്തിൽ തന്നെ 100 കോടി നേടും, അത് എന്ത് റിവ്യൂ വന്നാലും നേടുമെന്നുള്ളതും ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യ 500 കോടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക കൂടി ചെയ്യുകയാണ്. മെയ് 21 മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനം. അന്ന് പുതിയ ഒരു തരംഗം ഉണ്ടാകാൻ പോവുകയാണ്. മലയാള സിനിമ വേറൊരു തലത്തിലേക്ക് പോകുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ചിന്തിച്ചിട്ടില്ലാത്തതും ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് തന്നെ. ഇന്ന് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഗംഭീര മാർക്കറ്റിംഗ്. അത് എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തോന്നും. വേറെ ഒന്നുമല്ല, ആൻ്റണി പെരുമ്പാവൂർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ തന്നെയാണ്. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സിനിമയെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും അദ്ദേഹം അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അമ്മാതിരി കൊടൂരമായ മാർക്കറ്റിംഗ് തന്ത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എന്താണെങ്കിലും ജോർജ് കുട്ടിക്കും ഫാമിലിക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ജോർജ് കുട്ടി തിരിച്ചു വരാൻ വേണ്ടി ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ്. ഒരുപക്ഷേ മോഹൻലാലിനേക്കാൾ കൂടുതൽ ജോർജ് കുട്ടിയെ നമ്മളേവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ട്രെൻഡിങ്ങിലും നമുക്ക് കാണാൻ കഴിയുന്നത്. എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ സർവ്വകാല റെക്കോർഡുകളെയും അടിച്ച് തൂക്കിയായിരിക്കാം ഈ ഒരു സിനിമ കയറാൻ പോകുന്നത്. അത്രത്തോളം ഗംഭീരമാണ്. ജോർജ് കുട്ടിയെയും ഫാമിലിയും എതിരേൽക്കാൻ മലയാളികൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ തന്നെയാണ്. ബുക്ക് മൈ ഷോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇന്ന് ഒരുപാട് ബുക്ക് മൈ ഷോയിൽ വലിയ രീതിയിലുള്ള ഓരോ മണിക്കൂറിലും കാണുന്നില്ല. കാരണം തിയേറ്ററുകൾ ഉള്ളതെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. പുതിയത് ചാർട്ട് ചെയ്യുന്നത് വളരെ കുറച്ചായതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ്. അവസാന മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ 20,000 തൊട്ട് 50,000 വരെയുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുമെന്നുള്ളത് നമ്മൾ പ്രവചിക്കുന്നു. അത് നമുക്കൊന്ന് നോക്കാം എന്നുള്ളത് തന്നെയാണ്. എന്താണേലും അതിഗംഭീരം എന്ന് തന്നെയാണ് ഇതിനെ വിലയിരുത്താനുള്ളത്. അപ്പോൾ ആദ്യ ദിനം ഇത് 100 കോടി അടിക്കുമോ, 500 കോടി ക്ലബിൽ കയറുമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. ഒപ്പം നിങ്ങൾ ആരൊക്കെയാണ് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത്, എവിടെയാണ്, അതേപോലെ ഫാൻ ഷോസ് ആണോ? 100 മുകളിലുള്ള ഫാൻ ഷോസ് ഓൾറെഡി സിനിമയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെയൊക്കെ മുകളിലേക്കുള്ള ഫാൻ ഷോസ് സിനിമയ്ക്ക് ഇനിയും ചാർട്ട് ചെയ്യപ്പെടും എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം ഈ സിനിമ കത്തിക്കും എന്നുള്ളതാണ്. ഇനി ബാംഗ്ലൂരിലൊന്നും സിനിമയുടെ ബുക്കിംഗ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പല പ്രാവശ്യമായി നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള കാണുന്നില്ല. അത് ഒരുപക്ഷെ 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വരുമെന്നുള്ളത്. ഷേണായിസിൽ നമുക്ക് എറണാകുളം ഷേണായിസിൽ നമുക്ക് ഏകദേശം 17 ഷോയാണ് കാണുന്നത്. എല്ലാം ഓൾമോസ്റ്റ് ഫുൾ. ഇന്ന് 3:30 ഒരു ഷോ കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കാകെ ഗ്രീനിൽ കാണാനുള്ളത്. ബാക്കിയെല്ലാം വനിതാ വിനീതയിൽ നമുക്ക് 14 ഷോകൾ, അതിനകത്തിൽ ഒട്ടുമിക്കതും ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇനിയും നമുക്ക് പച്ച കത്തിക്കിടക്കുന്ന 1-2 ഉണ്ട്. ഞാറക്കൽ മജസ്റ്റിക്കിൽ 2 ഷോയ്ക്കുണ്ട്. അതേപോലെ തന്നെ VIP സെൻട്രൽ സ്ക്വയർ മാൾ കൊച്ചിയിൽ